എല്ലാവർക്കും സ്വാഗതം. +2 കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ക്ലാസ് ആണിത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ആദ്യം ജനറൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി. അതിൽ തന്നെ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നും അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫസ്റ്റ് എലമെന്റ്, പിന്നെ അബണ്ടൻസ് പോലുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം അലോട്രോപിക് ഫോമുകളെ പറ്റി അറിയാം. അത് ഫോസ്ഫറസിന്റെയും സൾഫറിന്റെയും അലോട്രോപിക് ഫോമുകളെ പറ്റി മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം നമ്മൾ ഓക്സോ ആസിഡിന്റെ പേരും ഫോർമുലയും സ്ട്രക്ചറും പഠിച്ചു. നൈട്രജന്റെ ഓക്സോ ആസിഡ്, ഫോസ്ഫറസ്, അതുപോലെ സൾഫറിൻ്റെത്, ഫ്ലൂറിന്റെ, ക്ലോറിന്റെ, ബ്രോമിൻ, അയഡിൻ, ഇത്രയും ആൾക്കാരുടെ ഓക്സോ ആസിഡുകളുടെ പേരും ഫോർമുലയും സ്ട്രക്ചറും പഠിച്ചു. അപ്പൊ അതിനുശേഷം തൊട്ടടുത്ത ക്ലാസ്സിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഓക്സോ ആസിഡായ നൈട്രിക് ആസിഡ് HNO3യുടെ പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ മെത്തേഡ്, ലബോറട്ടറി പ്രിപ്പറേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ അതിന്റെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി വിശദമായി സിങ്ക്, കോപ്പർ, പിന്നെ അതുപോലെ നോൺ മെറ്റലിന്റെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഓക്സോ ആസിഡായ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസുമാണ്. ഓക്കെ, അപ്പൊ ആദ്യം അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് അറിയാം എന്നുള്ളതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് അറിയണം. സൾഫ്യൂരിക് ആസിഡ് H2SO4. സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ 4 സ്റ്റെപ്പുകളായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് 1ൽ സൾഫറിന്റെ ഓക്സിഡേഷനിലൂടെ സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സൾഫർ ഡയോക്സൈഡിന്റെ ഓക്സിഡേഷനിലൂടെ സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സൾഫർ ട്രയോക്സൈഡിനെ സൾഫ്യൂരിക് ആസിഡിന്റെ അകത്ത് തന്നെ ഡിസോൾവ് ചെയ്ത്, അതായത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ അകത്ത് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. SO3 മാത്രമാണ് ഉണ്ടാക്കുന്നത്. SO3 ഇതിനകത്ത് സോല്യൂബിൾ ആക്കി വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പൊ എങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വച്ചിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ അകത്ത് തന്നെ SO3 ചേർത്തിട്ട് ഹൈഡ്രജൻ 2, സൾഫർ 2, ഓക്സിജൻ 4, 3, 7. അപ്പൊ ഇങ്ങനെയുള്ള ഈ കോമ്പൗണ്ട് പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രശസ്തമായ ഒലിയം എന്ന് പറയേണ്ടത്. അപ്പോ സൾഫ്യൂരിക് ആസിഡിന്റെ കോൺസെൻട്രേറ്റഡ് ഫോം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം ഒലിയം എന്നായിരിക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, സ്റ്റെപ്പ് 4. യഥാർത്ഥത്തിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി കഴിഞ്ഞു, എന്നാൽ നമുക്ക് നാലാമത് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ഒലിയത്തിനെ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് പഠിച്ചു പോവാം. 4 സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ സൾഫറിന്റെ ഓക്സിഡേഷനിലൂടെ സൾഫർ ഡയോക്സൈഡ്, രണ്ടാമത്തെ സ്റ്റെപ്പ് സൾഫർ ഡയോക്സൈഡിന്റെ ഓക്സിഡേഷനിലൂടെ സൾഫർ ട്രയോക്സൈഡ്, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ സൾഫർ ട്രയോക്സൈഡിനെ H2SO4 ഡിസോൾവ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നു. അതിനെ ഒലിയം എന്ന് പറയാം. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ ഒലിയത്തിനെ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിന് നിങ്ങൾക്ക് ഒരു ഇക്വിലിബ്രിയം പോലെ എഴുതാൻ കഴിയും. ഇക്വിലിബ്രിയമാണ്. ഇനി അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. ആ കാറ്റലിസ്റ്റ് സാധാരണ പ്ലാറ്റിനം എന്നറിയപ്പെടുന്ന സോളിഡോ അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ് എന്നറിയപ്പെടുന്ന സോളിഡോ ആയിരിക്കാം. അപ്പൊ അങ്ങനെ സോളിഡ് സർഫസിലേക്ക് കോണ്ടാക്ട് വരുന്നത് കൊണ്ട് ആ പ്രോസസ്സിനെ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ നൈട്രിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ മെത്തേഡ് ഓസ്റ്റുവാൾ പ്രോസസ് ആണെങ്കിൽ, സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ മെത്തേഡ് കോണ്ടാക്ട് പ്രോസസ് ആണെന്ന് ഓർമ്മിക്കുക. കോണ്ടാക്ട് പ്രോസസിന്റെ കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് പ്ലാറ്റിനം അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയാം. ഇനി ഇവിടുത്തെ ടെമ്പറേച്ചറും ഓർത്തിരിക്കുക, കഴിയുമെങ്കിൽ ഓർത്തിരിക്കുക, 720 കെൽവിൻ ആണ്.
പ്രഷർ ഏകദേശം 2 ബാർ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ചോദിച്ചാൽ ആദ്യം പറയേണ്ടത് കോൺടാക്ട് പ്രോസസ്സിലൂടെ സൾഫ്യൂരിക് ആസിഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. 4 സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാം. സ്റ്റെപ്പ് 1 സൾഫർ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം സൾഫർ ഡയോക്സൈഡ്. In step 2, sulfur dioxide again oxidizes in presence of platinum or vanadium pentoxide at 720 Kelvin and 2 bar pressure to form sulfur trioxide. In step 3, sulfur trioxide dissolved in H2SO4 to form H2S2O7, commonly called oleum. In step 4, oleum on dilution to form sulfuric acid എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വരാം. സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് 4 പ്രോപ്പർട്ടി അവതരിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക്, അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. ഈ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം. അത് ഏകദേശം ബ്ലൂ കളറുള്ള ഒരു കോമ്പൗണ്ട് ആണ്. CuSO4 5H2O ബ്ലൂ കളർഡ് ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ട് CuSO4 മാത്രമായി മാറുന്നു. ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആയി മാറുന്നു. ഈ ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിന്റെ പ്രത്യേകത കളർലെസ് ആണ്. ഓക്കെ, അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ചോദിക്കുന്ന സമയത്ത് ബ്ലൂ കളറുള്ള CuSO4 5H2ന്റെ കൂടെ കോൺസെൻട്രേറ്റ് H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിന്റെ പ്രത്യേകത കളർലെസ് ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ H2SO4 എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ വാട്ടർ മോളിക്യൂളിനെ അത് അബ്സോർബ് ചെയ്തു. ഇങ്ങനെ വാട്ടർ മോളിക്യൂൾ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ആ കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ ഡ്രൈയിങ് ആക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജന്റ് എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് സൾഫ്യൂരിക് ആസിഡ്, കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് എന്നുള്ളത് ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. അതിന് എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൂ കളറുള്ള ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിന്റെ കൂടെ കോൺസെൻട്രേറ്റ് H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് അത് ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആയി മാറുന്നു. ഈ ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിന്റെ പ്രത്യേകത അത് കളർലെസ് ആണെന്ന് ഓർമ്മിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനായ 5H2A അത് അബ്സോർബ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടിയെ ഡ്രൈയിങ് ആക്ഷൻ അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജന്റ് എന്ന രീതിയിൽ പറയാം. ഇനി അതുപോലെ മറ്റൊരു എക്സ്പെരിമെന്റ്. അപ്പൊ അതിനുവേണ്ടി ഷുഗർ നമുക്കറിയാം വെളുത്ത കളറാണ്. അതിലേക്ക് C12H22O11 ആണ് ഷുഗറിന്റെ ഫോർമുല. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഷുഗർ എന്നുള്ളത് വെറും ബ്ലാക്ക് കളറിലേക്ക് മാറുന്നുണ്ട്. അതായത് അവശേഷിക്കുന്നത് കാർബൺ മാത്രമായിട്ട് അത് അവശേഷിക്കുമെന്ന് ഓർമ്മിക്കുക. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അവിടെ വാട്ടർ പൂർണ്ണമായി ഇല്ല, പക്ഷെ വാട്ടറിന്റെ കമ്പോണൻസ് അവിടെയുണ്ട്. അപ്പൊ അവിടെ വാട്ടറിന്റെ കമ്പോണൻസ് ആയ ഹൈഡ്രജനെയും ഓക്സിജനെയും വാട്ടറായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള കഴിവും ഉണ്ടെന്ന് ഓർമ്മിക്കുക. വാട്ടറിന്റെ കമ്പോണൻസ് ആയ ഹൈഡ്രജനെയും ഓക്സിജനെയും വാട്ടറായിട്ട് അബ്സോർബ് ചെയ്യുന്നു. ഇവിടുത്തെ പ്രത്യേകത വാട്ടറിനെ വാട്ടറായിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വാട്ടറിന്റെ കമ്പോണന്റ് ആയ ഹൈഡ്രജൻ ഓക്സിജനെയും വാട്ടറിന്റെ ഫോമിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേര് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയാം. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺസെൻട്രേറ്റ് H2SO4ന്റെ 2 പ്രോപ്പർട്ടീസ് കണ്ടു. ഒന്നാമത്തെ പ്രോപ്പർട്ടി കോൺസെൻട്രേറ്റ് H2SO4 എന്നുള്ളത് ഡ്രൈയിങ് ഏജന്റ് ആണ്. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ പറയാം ബ്ലൂ കളർ കോപ്പർ സൾഫേറ്റ് 5H2A കൂടെ കോൺസെൻട്രേറ്റ് H2SO4 ആഡ് ചെയ്താൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ അബ്സോർബ് ചെയ്തിട്ട് അത് ആൻഹൈഡ്രസ് കളർലെസ് CuSO4 ആയി മാറുന്നു. രണ്ടാമത്തെ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വൈറ്റ് കളറുള്ള ഷുഗറിന്റെ കൂടെ കോൺസെൻട്രേറ്റ് H2SO4 ആഡ് ചെയ്താൽ അവിടെ ബ്ലാക്ക് കളർ കാർബണിന്റെ റെസിഡ്യൂ മാത്രം, അവശിഷ്ടം മാത്രം ഉണ്ടാവുന്നുണ്ട്.
അവിടുത്തെ പ്രത്യേകത വാട്ടറിന്റെ എലമെന്റ് ആയ ഹൈഡ്രജനെ ഓക്സിജനെ വാട്ടറായിട്ട് അബ്സോർബ് ചെയ്യുന്നു ഓർമ്മിക്കുക. ഇനി അടുത്ത ഒരു മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ ആണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട്. അത് വളരെ ഈസിയാണ്. Cu plus H2SO4 gives CuSO4 പ്ലസ് സൾഫറിന്റെ ഓക്സിഡേഷനിലൂടെ സൾഫർ ഡൈ ഓക്സൈഡ്, പിന്നെ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ. അപ്പോൾ ഒരു മെറ്റലിന്റെ ഓക്സിഡേഷൻ. ഇനി വേറൊന്ന് സൾഫർ നോൺ മെറ്റൽ ആണ്. ഒരു നോൺ മെറ്റൽ H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസും വാട്ടറും ഉണ്ടാവാം. നമ്മൾ അന്ന് പറഞ്ഞു നൈട്രിക് ഓക്സൈഡ് അത് മെറ്റലുമായിട്ടും നോൺ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് NO2 ഗ്യാസ് ആണ്. അതേസമയം ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ അവിടെ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഉണ്ടാകുന്നത് ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് 4 പറഞ്ഞു. ഒന്നാമത്തത് കോപ്പർ സൾഫേറ്റ് എന്നുള്ളത് H2SO4 എന്നുള്ളത് ഡ്രൈയിങ് ഏജന്റ് ആണ്. പിന്നെ അതിന് എക്സാമ്പിൾ പറഞ്ഞു. രണ്ടാമത്തത് H2SO4 ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതിനെ ഡ്രൈയിങ് എന്നാണ് വിളിക്കുന്നത്. അതേസമയം എലമെന്റ്സ് ഓഫ് വാട്ടർ ആയ ഹൈഡ്രജനും ഓക്സിജനെയും വാട്ടറിന്റെ ഫോമിൽ അബ്സോർബ് ചെയ്താൽ അത് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയാം. ഇനി വേറൊന്ന് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി എന്ന് പറയാം, പൂർണ്ണമായി അല്ലെങ്കിൽ. എന്നാലും നമുക്ക് പറയാം കോപ്പറിനെ H2SO4 റിയാക്ട് ചെയ്യുന്ന സമയത്ത് കോപ്പർ സൾഫേറ്റും SO2 വാട്ടറും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നോൺ മെറ്റലായ സൾഫറും H2SO4 റിയാക്ട് ചെയ്താൽ നമുക്ക് സൾഫർ ഡൈ ഓക്സൈഡ് വാട്ടറും ഉണ്ടാകുമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യം നമുക്ക് അറിയാം. പിന്നെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടെ. ഇപ്പൊ കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് HClഉം 1:3 അതായത് 1 ലിറ്റർ നൈട്രിക് ആസിഡും 3 ലിറ്റർ ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന ഒരു മിക്സ്ചർ ഉണ്ട്. ഈ മിക്സ്ചറിന്റെ പ്രത്യേകത, ഈ മിക്സ്ചറിന് ഗോൾഡ് പോലുള്ള മെറ്റൽസിനെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ ഗോൾഡിനെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുള്ള ഈ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേര് അക്വാ റീജിയ എന്ന് പറയും. ഓക്കെ, അപ്പൊ ചെറിയൊരു പോയിന്റ് കൂടെ ഇവിടെ ഓർത്തു. അക്വാ റീജിയ റോയൽ ആണ്, അക്വ വാട്ടർ ആണ്. അപ്പൊ റോയൽ വാട്ടർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ്. ഈ സൊല്യൂഷന്റെ പ്രത്യേകത അത് ഗോൾഡ് പോലുള്ള മെറ്റൽസിനെ, ഗോൾഡ് പ്ലാറ്റിനം പോലുള്ള മെറ്റൽസിനെ അത് ഡിസോൾവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ടെന്ന് ഓർമ്മിക്കുക. അപ്പൊ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ നൈട്രോസിൽ ക്ലോറൈഡ് ഫോം ചെയ്യാം. ഓക്കെ, ഈ നൈട്രോസിൽ ക്ലോറൈഡിൽ നിന്ന് കിട്ടുന്ന ഇതൊരു ഇൻവേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തോണം. ഈ നൈട്രോസിൽ ക്ലോറൈഡിൽ നിന്ന് കിട്ടുന്ന ക്ലോറിൻ അല്ലെങ്കിൽ ക്ലോറൈഡ് ഗോൾഡുമായിട്ട് ഡിസോൾവ് ചെയ്തിട്ട് ഗോൾഡും റിയാക്ട് ചെയ്തിട്ട് AuCl4 മൈനസ് പോലുള്ള കോംപ്ലക്സുകൾ അവിടെ ഫോം ചെയ്യുന്നു എന്ന് ഓർത്തോണം. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്ന പോയിന്റ് നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. അപ്പൊ ഇന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം അക്വാ റീജിയെ പറ്റിയാണ്. എന്താണ് അക്വാ റീജിയ എന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 വേണം, നൈട്രിക് ആസിഡ് 1 വേണം. ആ റേഷ്യോയിലുള്ള കോമ്പൗണ്ടിനെ വിളിക്കേണ്ട പേരാണ് അക്വാ റീജിയ. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗോൾഡ് പോലുള്ള മെറ്റൽസിനെ ഡിസോൾവ് ചെയ്യാൻ. ഇനി അതിനകത്തുള്ള കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയേണ്ടത്, പിന്നെ ആദ്യം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും റിയാക്ട് ചെയ്യുന്ന സമയത്ത് NOCl അല്ലെങ്കിൽ നൈട്രോസിൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ നൈട്രോസിൽ ക്ലോറൈഡിൽ നിന്ന് വരുന്ന ക്ലോറിൻ ഈ ഗോൾഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ കോംപ്ലക്സുകൾ, ഗോൾഡിന്റെ ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു. അങ്ങനെ ഗോൾഡ് ഡിസോൾവ് ചെയ്യുന്ന ഓർമ്മിച്ചോണം. ഗോൾഡ് പ്ലാറ്റിനം ഡിസോൾവ് ചെയ്യാൻ വേണ്ടി
ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, രണ്ട് ആസിഡുകളുടെ പേര് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്, കോൺസെൻട്രേറ്റ് HCl, പിന്നെ എന്തിനുപയോഗിക്കുന്നു, ഓൾഡ് പ്ലാറ്റിനം ഡിസോൾവ് ചെയ്യാൻ, പിന്നെ അതിനകത്തുണ്ടാകുന്ന കോമ്പൗണ്ടുകൾ NOCl, AuCl4-, പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് റേഷ്യോ ഓർമ്മിക്കുക, പ്രത്യേകിച്ച് 1:3. നൈട്രിക് ആസിഡ് 1 ലിറ്റർ ആണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് ആണ്. സൾഫ്യൂരിക് ആസിഡിനെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നൊരു വാക്കുകൂടെ പറയാം. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നൊരു വാക്കുകൂടെ H2SO4 ഉണ്ട്. സൾഫ്യൂരിക് ആസിഡിന്റെ കോൺടാക്ട് പ്രോസസ്സ്, സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് പറഞ്ഞു. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് അക്വാ റീജിയ എന്നറിയപ്പെടുന്ന സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.